നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ട നമസ്കാരം. അപ്പോൾ മൂന്നാമത്തെ പാർട്ട് 3 മേക്കിംഗ് ഓഫ് എ ഗസീബോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 കഴിഞ്ഞു. പാർട്ട് 3യിൽ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം ക്യാമറേൻ്റെ ചാർജ് തീർന്നു പോയി. തുടക്കത്തിൽ തന്നെ അതിൻ്റെ ചാർജ് ചെയ്യാൻ മറന്നുപോയി. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ പാർട്ട് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് 2ൻ്റെ ബാക്കിയായിരുന്നു. 2 അതിനെ 3 ആണല്ലോ. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കണ ഒച്ച, അവിടെ ഗ്രാസ് കട്ട് ചെയ്യണ ഒരു മെഷീനുണ്ട്, അതിൻ്റെ ഒച്ചാണ്. അത് എത്രത്തോളം വീഡിയോയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ എത്ര ഇൻറ്റൻസിറ്റി എത്ര കേൾക്കുന്നൊന്നും എനിക്കറിയില്ല. മാക്സിമം അത് ഒഴിവാക്കിയിട്ട് ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഓക്കെ, പാർട്ട് 3യിലേക്ക് എടുക്കാം. പാർട്ട് 3യിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് 2ൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞങ്ങൾ റൂഫൊക്കെ ഫിറ്റ് ചെയ്ത്, ഷീറ്റൊക്കെ ഫിറ്റ് ചെയ്ത്, ആ കാണുന്ന ഷീറ്റൊക്കെ ഫിറ്റ് ചെയ്ത്. പിന്നെ ഞങ്ങൾക്ക് ആകെ ബാക്കിയുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പീസ് ഇവിടെ ഇങ്ങനെ 3 എണ്ണമാണ്. ഒന്നവിടെ, പിന്നെ നടുവിലൊരു പീസ്, അങ്ങനെ ആ 3 പീസിനും വെക്കാൻ ബാക്കി. പിന്നെ അതേപോലെ തന്നെ ഈ മോസ്കിറ്റോ നെറ്റ് അതും വെക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പം അതും കൂടി വെച്ച്, പിന്നെ ഈ കസാലയൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട്, പിന്നെ ഞങ്ങളൊരു പുതിയ ചെയർ മേടിച്ച്, നല്ല റോക്കിംഗ് ചെയറാണ്, അങ്ങനെ ഒരു നാട. പിന്നെ ഇതൊക്കെ പണ്ടത്തെ തന്നെയാണ്. പണ്ട് ഞാൻ പറഞ്ഞില്ലേനോ, ഇവർക്ക് ഇതുള്ളതിന് മുന്നേ പ്ലാസ്റ്റിക് ആയിരുന്നു. അപ്പം ആ പ്ലാസ്റ്റിക്കിൻ്റെ സമയത്തുള്ള ചെയറൊക്കെയാണ് അവിടെ ഉള്ളത്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വന്നതാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള. ഇതിപ്പോൾ ഈ സമ്മറിൽ ഇപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇനി പിന്നെ ഇതിൻ്റെ അടിയിൽ ക്രിസ്റ്റീനാണ് ഞങ്ങളെ ലാൻഡ് ലോഡിൻ്റെ പേര്. അപ്പം ക്രിസ്റ്റീൻ പറഞ്ഞത് ഇതിൻ്റെ നടുവിലൊരു ഹുക്കുണ്ട്, കാണിച്ചു തരാം. അത് ആ ഹുക്ക് കണ്ടോ നടുവിൽ? ആ ഹുക്കിൻ്റെ അവിടെ ഒരു ലൈറ്റ് പോലത്തെ ഒരു സാധനം ഫിറ്റ് ചെയ്യണമെന്നാണ് ക്രിസ്റ്റീൻ പറഞ്ഞത്. നോക്കാം നമുക്ക്. അതിൻ്റെ എന്തെങ്കിലും വരാണെങ്കിൽ അത് ഞാൻ ഒരു ചെറിയ വീഡിയോ ആക്കിയിട്ട് ഇടാം. പിന്നെ ഇപ്പം എന്താണ് പിന്നെ ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റിന് 2-3 ഷോട്ട് ഇട്ടിട്ടൊരു ഷോർട്സ് ഉണ്ടാക്കണം എന്നാണ്. നിങ്ങൾ കണ്ട പോലെ ഇതാണ് വിവോൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പോൾ ഓക്കെ, വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. പ്ലീസ് ടു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. ഇനി പിന്നെ കാണാം, അങ്ങനല്ല, ഇനി നാളെ കാണാം. ഓക്കെ, ബൈ.